ടി ജയകൃഷ്ണൻ മാസ്റ്റർ എന്ന് പറയുന്നത് BJP-യുടെ യുവമോർച്ചയുടെ സംസ്ഥാന പ്രസിഡന്റായിരിക്കുന്ന KT ജയപാട്ടെ അതും തെങ്ങിൻ പൂക്കുല ചിതറുന്നത് പോലെയാണ് തലയുടേതായിരിക്കുന്ന ഒരു ഭാഗം. ഇവിടെയാണ് കൃപേഷിന്റെയും ശരത്ലാലിന്റെയും ആ രണ്ട് അച്ഛന്മാരും അമ്മമാരും അവരുടെ സഹോദരിമാരും സഹോദരന്മാരും അവരുടെ കുടുംബവും കൂടി കൊടുത്തിരിക്കുന്ന നികുതി പണമല്ലേ എടുത്തിട്ട് ഈ കൊലപാതകത്തിന് ഇരകൾക്ക് നീതി കിട്ടരുത് എന്ന് വാദിക്കുമ്പോൾ സത്യത്തിൽ ഇയാൾ ഏത് ഇടതുപക്ഷ രാഷ്ട്രീയത്തെ പ്രതിനിധീകരിക്കുന്ന അവസ്ഥ വന്നപ്പോ ഈ മുഖ്യമന്ത്രി എന്ന് പറയുന്ന ഈ മനുഷ്യന്റെ മുമ്പിൽ ഈ മുഖ്യമന്ത്രി ഇരുന്നിരിക്കുന്ന കസേര കൂട്ടി ചവിട്ടിയായുടെ മുഖത്ത് നോക്കി ഷൂട്ട് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ പിന്നെ പിണറായിൽ വെട്ടിക്കൊന്ന് അറുത്തു കൊല്ലുകയാണ് ചെയ്ത്. പിണറായിന്റെ പിരിച്ചെടുക്കുന്ന തുക എത്രയാണെന്ന് അറിയാമോ നിങ്ങൾക്ക്? ഏതാണ്ട് 1 കോടി രൂപയാണ് തീർച്ചയായും തന്നെയാണ്. അതിലൊരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറഞ്ഞാല് പിന്നെ CPIM ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന പേരിലാണ് ഇതിന്റെ സംഘടനാ രൂപം ഇപ്പോഴും നിലനിൽക്കുന്നത്. അതിന്റെ സംഘടനാ രൂപം ഈ രീതിയിൽ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ജനാധിപത്യപരമായിരിക്കുന്ന അഭിപ്രായങ്ങളെ ബഹുമാനിക്കാതിരിക്കുക, നിർദ്ദയം അതിനെ തള്ളിക്കളയുക, അതുവഴി എതിർ ശബ്ദങ്ങളെ മുഴുവൻ തന്നെ ഇല്ലായ്മ ചെയ്യുന്നതിനായി കൊലപാതകങ്ങൾ ചെയ്യുക എന്ന് പറയുന്നത് അതിൻ്റെ സ്വാഭാവികമായ രീതിയും ഒരു ക്രമവും മാത്രമാണ്. ഇതിൽ ഏറ്റവും പ്രധാനമായി നാം ഒരുപക്ഷെ ശ്രദ്ധിക്കേണ്ടുന്ന സംഭവം, ഈ സർക്കാർ അധികാരത്തിന് വന്ന് 8 വർഷക്കാലത്തോളമായി. ഈ 8 വർഷക്കാലത്തിനുള്ളിൽ വിവിധങ്ങളായ കേസുകളിലൂടെ CBI എൻക്വയറി ആവശ്യമില്ല എന്ന് പറയുന്ന ഒരു വാദം ഉന്നയിക്കുന്നതിന് മാത്രമായി ചെലവാക്കിയിട്ടുള്ളത് 100-ൽ-പരം കോടി രൂപയാണ് എന്ന വിചിത്രവും ദുഃഖകരവുമായി അത്ഭുതകരവുമായി സത്യം നമ്മുടെ മുമ്പിൽ ഇവിടെ കിടക്കുകയാണ്. അവിടെ ഇത്തരത്തിൽ ചെലവാക്കപ്പെടുന്ന തുകകൾ മുഴുവൻ തന്നെ ഈ മുഖ്യമന്ത്രിയെയും മുഖ്യമന്ത്രി പ്രതിനിധീകരിക്കുന്ന പാർട്ടിയുടെയും പാർട്ടി സെക്രട്ടറിയുടെയും വേണ്ടി വന്നാൽ വ്യക്തിപരമായി അവിടെ സ്വത്ത് പിന്നെ ലേലം ചെയ്ത് വിറ്റ് ഖജനാവിലേക്ക് തിരിച്ചു പിടിക്കാനുള്ള ഒരു സന്നദ്ധതയും കൂടി കോടതി ഇതിനോടൊപ്പം തന്നെ കാണിക്കേണ്ടതുണ്ട് എന്നൊരു അഭിപ്രായം കൂടി ഞാൻ നടത്തുകയാണ്. ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ പറയേണ്ടി വരുന്നത് എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് ആരെ വേണമെങ്കിലും കൊല്ലാനും ആരെ വേണമെങ്കിലും എതിർക്കാനും ആരെ വേണമെങ്കിലും ഇല്ലാതാക്കാൻ അധികാരമുണ്ട്. നോക്കൂ, ഇതെല്ലാം തന്നെ സംഭവിച്ചത് എവിടെയാണ്? കോടതിയുടെ മുമ്പിൽ തെളിവ് വന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. സാങ്കേതികമായിട്ട് വിജയമാണിത്. ഈ സാങ്കേതികത്വം ഇല്ലാത്തതിന്റെ പേരിലാണ് തലശ്ശേരിക്ക് അടുത്ത് വെച്ച് KT ജയകൃഷ്ണൻ മാസ്റ്റർ എന്ന് പറയുന്നത് BJP-യുടെ യുവമോർച്ചയുടെ സംസ്ഥാന പ്രസിഡന്റായിരിക്കുന്ന KT ജയപാട്ടെ അതും തെങ്ങിൻ പൂക്കുല ചിതറുന്നത് പോലെയാണ് തലയുടേതായിരിക്കുന്ന ഒരു ഭാഗം പോലും ബാക്കി ഉണ്ടായിട്ടില്ല. കേസ് തെളിയിക്കുന്നതിന് ആവശ്യമായിരിക്കുന്ന ഒരു ഡോക്യുമെന്റ് പോലും കൊടുക്കാൻ കഴിഞ്ഞില്ല. സംഭവം എന്തായിരുന്നു? ആ കേസെ തള്ളിപ്പോയി. ഈ തള്ളിപ്പോയിരിക്കുന്ന ആളുകൾ ഇത് വരുമ്പോഴെന്നാണെന്ന് പറഞ്ഞാൽ കെട്ടിച്ചമച്ചിരിക്കുന്ന കേസാണ് എന്ന വാദമുഖമാണ് ഉന്നയിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഓരോ തരത്തിലും ഇത്തരത്തിലുള്ള വാദമുഖങ്ങൾ ഉന്നയിച്ച് വരുമ്പോൾ സത്യത്തിൽ ഇവർക്ക് വിയോജിക്കാനുള്ള അവകാശമുള്ള ഒരു അവകാശത്തെ റദ്ദ് ചെയ്യുക മാത്രമല്ല, വിയോജിപ്പിന്റെ നേരിയ ശബ്ദം പോലും ഇല്ലാതാക്കാനുള്ള ബോധപൂർവമായ ശ്രമങ്ങളാണ് നടത്തുന്നതെന്നാണ്. ഇവിടെയാണ് കൃപേഷിന്റെയും ശരത്ലാലിന്റെയും ആ രണ്ട് അച്ഛന്മാരും അമ്മമാരും അവരുടെ സഹോദരിമാരും സഹോദരന്മാരും അവരുടെ കുടുംബവും കൂടി കൊടുത്തിരിക്കുന്ന നികുതി പണമല്ലേ എടുത്തിട്ട് ഈ കൊലപാതകത്തിന് ഇരകൾക്ക് നീതി കിട്ടരുത് എന്ന് വാദിക്കുമ്പോൾ സത്യത്തിൽ ഇയാൾ ഏത് ഇടതുപക്ഷ രാഷ്ട്രീയത്തെ പ്രതിനിധീകരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ് എന്നതാണ് ജനാധിപത്യപരമായി വരേണ്ടുന്ന ഏറ്റവും ഗൗരവതരമായിരിക്കുന്ന ചോദ്യം. അതാണ്. പക്ഷെ ഇത്തരത്തിലുള്ള ഒരു ചോദ്യം ചോദിക്കാതിരിക്കുന്നത് കൊണ്ടാണ് ഈ ഒരു വിചിത്രത ഉണ്ടാവുന്നത്. നോക്കൂ, നിങ്ങൾ ഇതിനേക്കാൾ മറ്റൊരു ഉദാഹരണം നിങ്ങൾ വരാം. ഇപ്പൊ തലശ്ശേരി നടന്നിരിക്കുന്ന ഫസലിന്റെ വധക്കേസ്, ആ ഫസൽ വധക്കേസിനകത്ത് കേസിന്റെ സ്വാഭാവികമായ രീതിയിൽ അന്വേഷണം നടന്നു. അതിനകത്ത് പെസകുണ്ടാകുന്നതെന്ന് അന്നത്തെ അവിടുത്തെ സർക്കിൾ ഇൻസ്പെക്ടർ ആയിരിക്കുന്ന രാധാകൃഷ്ണൻ എന്ന് പറയുന്ന അന്വേഷണ ഉദ്യോഗസ്ഥൻ കണ്ടെത്തുന്നു. CPIM ആണ് ഇപ്പൊ ഈ പറയുന്ന കൊലപാതകത്തിന്റെ പുറകിൽ ഗൂഢാലോചന നടത്തിയ പോലാണ് ചെയ്തതെന്ന് തിരിച്ചറിയുകയും വരുന്നൊരവസ്ഥ വന്നപ്പോ ഈ C രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ആളെ പിന്നീട് ചെയ്തത് എന്താണ്? തളിപ്പറമ്പിൽ അയാളെ ട്രാൻസ്ഫർ ചെയ്യുകയും തളിപ്പറമ്പിൽ വെച്ച് ഒരു ലൈംഗിക ആരോപണം ഉൾപ്പെടെയുള്ള കഥകൾ ഉണ്ടാക്കി അയാളെ നശിപ്പിക്കുകയാണ് ശ്രമിച്ചത്. അതെല്ലാം കോടതിയിൽ തെളിയിക്കപ്പെടാൻ സാധ്യമല്ലാത്തതുകൊണ്ട് അയാൾ സർവീസിലേക്ക് തിരിച്ചു വന്നു. പെൻഷൻ പോലും കിട്ടാത്ത അവസ്ഥ വന്നപ്പോ ഈ മുഖ്യമന്ത്രി എന്ന് പറയുന്ന ഈ മനുഷ്യന്റെ മുമ്പിൽ മനുഷ്യൻ വിളിക്കാൻ പാടില്ല. അയാളുടെ മുമ്പിൽ പോയിട്ട് എനിക്കൊരു ജീവിക്കാനൊരു വരുമാനവുമില്ല, അതുകൊണ്ട് എന്റെ പെൻഷൻ തരാനൊരു ക്രമമെങ്കിലും ഉണ്ടാക്കണം, ഇല്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യേണ്ടി വരുമെന്ന് വിങ്ങിപ്പൊട്ടി പറഞ്ഞപ്പോ ഈ ക്രൂരനായ മനുഷ്യൻ പറഞ്ഞ മറുപടി പത്രത്തിൽ വന്നതാണത്. അദ്ദേഹം പറഞ്ഞത് എന്നാൽ അത് വേഗം നോക്കിക്കോ എന്നാണ് പറഞ്ഞത്. എന്നാൽ അത് വേഗം ആവട്ടെ, അതാ നല്ലതെന്നാണ്. സത്യത്തിൽ ചെയ്യേണ്ടത് എന്തായിരുന്നു? ഈ മുഖ്യമന്ത്രി ഇരുന്നിരിക്കുന്ന കസേര കൂട്ടി ചവിട്ടിയായുടെ മുഖത്ത് നോക്കി ഷൂട്ട് ചവിട്ടേണ്ടതായിരുന്നു വാസ്തവത്തിൽ ഈ പറയുന്ന രാധാകൃഷ്ണൻ. അവിടെയാണ് വാസ്തവത്തിൽ ജനാധിപത്യം ഉണ്ടാവുന്നത്. ഇതൊന്നും തന്നെ ചെയ്യാൻ അവകാശം നമുക്കില്ല എന്ന് പറയുകയും ആരെ വേണമെങ്കിലും നിങ്ങൾക്ക് എന്തും ചെയ്യാനുള്ള അവകാശവും അധികാരവും നിങ്ങൾ നിക്ഷിപ്തമാണെന്ന് പറയുമ്പോഴാണ് നിങ്ങൾ വാസ്തവത്തിൽ എന്തായി തീർന്നത്? ഒരു ഓട്ടോക്രാറ്റിക് ഫോം ഓഫ് ഗവൺമെന്റിന്റെ ഭാഗമായി തീർന്നത്.
അവിടെയാണ് ഈ വിധിന്യായം ഏറ്റവും ജനാധിപത്യപരമായ ഒരു വിധിന്യായമായി മാറുന്നത്. ഇതിനുശേഷം ഇവർ പറയാൻ പോകുന്നത് എന്തായിരിക്കും? ഇപ്പോൾ ഇ പി ജയരാജൻ വന്നിരിക്കുന്ന പുതിയ കഥയുമായി ഇ പി ജയരാജൻ വന്ന് പറഞ്ഞു കഴിഞ്ഞു ഇതൊരു കീഴ്ക്കോടതിയുടെ വിധിയല്ലേ എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? ഇനിയും കോടികൾ വിരിക്കും. പിണറായി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഈ മുഖ്യമന്ത്രിയുടെ പാണ്ഡ്യാല ഷാജി അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് മേൽക്കോടതികൾ ധാരാളം. അവിടെയും ഈ സർക്കാർ ഖജനാവിനെ കണ്ടുകൊണ്ടാണ് ഇത്തരത്തിൽ വലിയ വീമ്പിളക്കുന്നത്. ഞങ്ങൾ സുപ്രീം കോടതി വരെ പോയി ഈ കൊലയാളികൾക്ക് നീതി ലഭ്യമാക്കി കൊടുക്കുമെന്നതൊക്കെ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് സംഭവം എന്ന് പറഞ്ഞാൽ ഇതുവരെ ചെലവഴിച്ചിരിക്കുന്ന തുക, ഈ തുക എന്ന് പറയുമ്പോൾ ഇയാളുടെ വീടും ഇയാൾ സമ്പാദിച്ചു കൊടുക്കുന്ന പണം ജപ്തി ചെയ്തെടുത്തിട്ട് ആ പണം ഖജനാവിനെ അടക്കണം. ഇതാണ് ഞാൻ ഈ ചർച്ചയിൽ ആവശ്യപ്പെട്ട പ്രധാനപ്പെട്ട ഒരു വാദം. രണ്ടാമത്തെ ഒരു ചെറിയൊരു സംഭവം കൂടി. ഇയാളുടെ വീട്ടിന്റെ അടുത്ത് നിന്ന് ഏതാണ് ജസ്റ്റ് 500 മീറ്റർ മാത്രം ദൂരമുള്ള സ്ഥലത്താണ് ഗർഭിണിയായിരിക്കുന്ന സഹോദരിക്ക് മരുന്ന് വാങ്ങാൻ പോകുന്ന സമയത്താണ് പുറകിൽ നിന്ന് വലിച്ചിട്ട് കൊന്നത്. അതിന്റെ മേലെ ഇപ്പത്തെ പിണറായി പിരിച്ചെടുക്കുന്ന തുക എത്രയാണെന്ന് അറിയാമോ നിങ്ങൾക്ക്? ഏതാണ്ട് 1 കോടി രൂപയാണ് പിരിച്ചത്. അത് ഏത് ലൈബ്രറിയുടെ പേരിലാണെന്ന് പറയുന്നത്? EMS ലൈബ്രറിയുടെ പേരിലാണ് ആ പിരിവ് നടത്തിയത്. അറിയോ നിങ്ങൾ? കേരളത്തില് ആദ്യത്തെ മുഖ്യമന്ത്രി, ആ മുഖ്യമന്ത്രിയുടെ പേരിൽ പിണറായിയുടെ, ഞാൻ നേരത്തെ അതിന്റെ ലൈബ്രറിയുടെ ലൈബ്രറിയിൽ പണിയെടുത്ത ഒരാളാണ് ഞാൻ. ദേശീയ കലാപരിഷത്ത് വായനശാലയുടെ 1 കോടി റുപ്യയുടെ കുറിയും അത് ഏർപ്പാട് നടത്തിയിരിക്കുന്നത് എന്തിനാണ്? ഈ പ്രതികളെ അതിൽ നിന്ന് രക്ഷിക്കാനുള്ള ബോധപൂർവമായ ശ്രമത്തിന്റെ ഭാഗമാണ്. അതായത് നെല്ലും പണവും കുമിഞ്ഞവന് കൊല്ലും കൊലയും കുലാധികാരം എന്ന് പറയുന്ന ഒരു കാട്ടുനീതി നടപ്പാക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന ഒരു ഗവൺമെന്റിനെ ഉപയോഗിക്കുക. ഇതിനോട് വലിയ അനീതി പറയില്ല. അതുകൊണ്ട് തന്നെ CPIM-ന്റെ സംഘടനയിൽ നിന്നോ ഉത്തരവാദപ്പെട്ട ഇവരിൽ നിന്നോ ജപ്തി ചെയ്ത് പണം കൃത്യമായി തിരിച്ചെടുത്ത്, പിന്നെ നികുതി പിരിച്ചെടുത്തല്ല, പണം ഇവരിൽ നിന്ന് ജപ്തി ചെയ്ത് തിരിച്ചെടുത്ത് ഖജനാവിനടക്കാനുള്ള സംവിധാനം കോടതി ഇടപെടലിൽ ഉണ്ടാവണമെന്നാണ് ഒരു അഭ്യർത്ഥനയാണ് ഞാൻ ഇതിനകത്ത് ആവശ്യപ്പെടുന്നത്. അതാണ് കേരളത്തിന്റെ പൊതുസമൂഹം. ഞാൻ അങ്ങയിലേക്ക് വരാം ശ്രീ പാണ്ഡ്യാല ഷാജി.